ഹായ് ഫ്രണ്ട്സ്, മേരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാവുന്നത് മങ്കട മീൻ വെച്ചൊരു കറിയാണ്. മങ്കട, വങ്കടയെന്ന് നമ്മളിവിടെ പറയും. അത് വെച്ച് അതൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 വങ്കടയാണ്. 2 വങ്കട ഞാൻ അതിൻ്റെ തൊലിയൊക്കെ വിരിച്ച് കഴുകി വൃത്തിയാക്കി. അപ്പം ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്ത് ഒരു 10 ചുവന്ന ഉള്ളി, ഒരു 10 ചുവന്ന ഉള്ളി, ഒരു ചെറിയ ഉള്ളിയാണെങ്കിലും ആ ഉള്ളി ഒരു ലേശം വലുതാണ്. അപ്പം ഞാൻ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് ആ പച്ച ചുവ മാറുന്നത് വരെ, കളറ് മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അത് വാട്ടിയിട്ടാണ് ഞാൻ അത് മിക്സിക്കകത്ത് അരച്ചാണ് കറി ഉണ്ടാക്കുന്നത്. അതൊന്ന് വാടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി അതുകൂടി അതിനകത്തോട്ട് ഇടണം. അത് ഈ ചൂടിൽ തന്നെ കിടന്നങ്ങ് വാടി വന്നോളും. ഇനി ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇത്രയും കൂടെ ഇതിനകത്ത് ഒന്ന് ഈ ചൂടിൽ തന്നെ കിടന്ന് അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ആ ചൂടിൽ തന്നെ കിടന്നങ്ങ് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ തന്നെ കിടന്നു ഒന്ന് ആ പച്ച മണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ആ പുളിയുടെ കുറച്ച് നീര് ഇതിനകത്ത് ഒഴിക്കണം. അപ്പോഴാ പുളിയൊക്കെ അതിനകത്ത് പിടിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തണുത്തും വരും. കടുകൊക്കെ വറക്കുന്ന സമയം കൊണ്ട് അത് തണുത്ത് നമുക്ക് മിക്സിക്കകത്ത് അരച്ചല്ലേ എടുക്കുന്നു. കുറച്ച് ഉപ്പും കൂടെ, ലേശം ഉപ്പും കൂടെ അതിനകത്ത് ഒഴിക്കുക. ഞാൻ കല്ലുപ്പായതുകൊണ്ട് കലക്കി അതിൻ്റെ നീരാണ് ഒഴിക്കുന്നത്, അതിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് സമയം തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് മിക്സിക്കകത്ത് അരച്ചെടുക്കുന്നത്. ഇപ്പം ചട്ടി വെച്ചു, മൺചട്ടി വെച്ച് അതിനകത്ത് വീണ്ടും ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ഉള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതുകൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അതൊന്ന് മൂത്ത് ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇടും. ഇനി ഞാൻ നേരത്തെ ചൂടാക്കിയ കൂട്ടെല്ലാം കൂടെ മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉള്ളി, തക്കാളി, ഇത് ഇത്രയും കൂടെ ചൂടാറിയപ്പോൾ മിക്സിക്കകത്ത് അരച്ച് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് നല്ലപോലെ തിളയ്ക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും എല്ലാം ഉണ്ടാകാൻ നോക്കണം. ബാക്കിയിരിക്കുന്ന പുളി കൂടെ അതിനകത്തോട്ട് ഒഴിച്ച്, ഉപ്പ് വേണമെങ്കിൽ അതും കുറച്ചൊഴിക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണെന്ന് നോക്കണം. ഇനി നന്നായിട്ട് ഒരിത്തിരി നേരം തിളച്ചതിന് ശേഷമേ നമ്മൾ ഈ മങ്കട ഇടാവൂ. മങ്കട മീനെടുത്ത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചേക്കാണ്. അതിൻ്റെ തല കൂടെയുണ്ട്. മീനിന് തല ഇടുമ്പോഴാണ് കറിക്ക് നല്ല ചെവ വരുന്നത്, നല്ല ടേസ്റ്റ് വരുന്നത്. തല കൂടെ ഇടണം. ഇതെല്ലാം അതിനകത്ത് നല്ലപോലെ തിളച്ചതിന് ശേഷം എല്ലാം പറക്കിയിട്ട്, ഏത് മീനായാലും നമ്മൾ ഒരു തല കൂടെ ഇടണം. നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു തല കൂടെ ഇട്ടാൽ മാത്രമേ ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നല്ലൊരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ കറിയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നല്ല കറി കാണും. നമ്മൾ നല്ല ഗ്രേവിയാണ് ഇതിന്. നല്ല കൊഴുത്ത ഗ്രേവി ആയിരിക്കും. നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്ന് വാട്ടി പിന്നെ മിക്സിക്കകത്ത് അരച്ചിടണമെങ്കിൽ നല്ല കറി കാണും ഇതിനകത്ത്. നമ്മൾ ഒരു കഷ്ണം മീനും കുറച്ച് കറിയുടെ എടുക്കുമ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള കറി കിട്ടും. പക്ഷേ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി ഞാൻ ഇടാൻ പോണത് കടുക് വറുത്തതാണ്. ഞാൻ കടുക് വറുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനൊപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുകയും വേണം.
കണ്ട കറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയാണ്, നല്ല കൊഴുത്ത ഗ്രേവിയാണ്. അപ്പം എല്ലാവരും മങ്കട കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം.